അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താലും തൗഫീഖിനാലും ദുറൂസുൽ ലുഗത്തിൽ അറബിയ്യ ലിഗൈരി നാതിഖീന ബിഹ എന്ന അറബി ഭാഷാ പഠന കോഴ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 24 24. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടാകും. അഥവാ ചില വാക്കുകൾ കൊടുത്ത് ആ വാക്കുകൾക്ക് കെസർ കൊടുക്കുന്ന സന്ദർഭങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓർമ്മയുണ്ടാകും ആ പാഠം. ഫി, അതുപോലെ തന്നെ അല തുടങ്ങിയിട്ടുള്ളത്. ഫി വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്നതിന് ഫിൽ ബൈത്തി എന്ന് പറയണമെന്നും ഫിൽ മസ്ജിദി എന്ന് പറയണം. അല വന്നാൽ അലൽ മക്തബി, അതുപോലെ അല സരീരി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ പേരുകൾ നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ, നമ്മളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദ, സ്ത്രീകളുടെ നാമങ്ങൾ വായിക്കുമ്പോൾ അതിന് നമ്മൾ തൻവീന് കൊടുക്കാതെ, അഥവാ ആമിനത്തു, സൈനബു എന്നിങ്ങനെയാണ് വായിക്കേണ്ടത്. പുരുഷന്മാരുടെ നാമങ്ങൾ വായിക്കുമ്പോൾ മുഹമ്മദുൻ, ഖാലിദുൻ എന്ന് വായിക്കുന്നത് പോലെ ഇവ വായിക്കാൻ പാടില്ല എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനിയും അതിലേക്ക് പുരുഷന്മാരുടെ പേരുകളിൽ തന്നെ ഇതേപോലെ മംനൂ മിന സർഫായ അഥവാ കെസറോ തൻവീനോ കൊടുക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളുണ്ട്. ശേഷം വരുന്ന ചാപ്റ്ററിൽ നമ്മളത് പഠിക്കുകയും ചെയ്യും. ശരി, എങ്കിൽ നമുക്കെന്ത് ചെയ്യാം, നേരെ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക്, അഥവാ 4ാമത്തെ ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ടിലേക്ക്. മുകളിൽ കണ്ടല്ലോ കൊടുത്തിരിക്കുന്ന ബ എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്ന എ ബി എന്നതിന് തുല്യമായൊരു പ്രയോഗമാണ്. ഇപ്പോൾ ബി പാർട്ട് ആദ്യമായി കൊടുത്ത പ്രയോഗം എന്താണ്? അൽ ബൈ തു. ഒന്ന് വായിച്ചു പോകാം. പിന്നീട് 2ാമത്തെ റൗണ്ടിലാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ അത് വിശദീകരിക്കുക. അൽ ബൈ തു, അൽ ബൈ തു. രണ്ടാമത്തേതോ, 2ാമത്തെ ഭാഗം മിനൽ ബൈത്തി. അപ്പോൾ അൽ ബൈത്തു അതിൻ്റെ നേരെ കൊടുത്തത് മിനൽ ബൈത്തി. അൽ മസ്ജിദു ഇലൽ മസ്ജിദി. നെക്സ്റ്റ് അൽ മുദർരിസു ഒക്കെ നമുക്കറിയാം വായിക്കേണ്ട രീതി. അൽ മുദർരിസു. മിൻ ഐന അൻത, മിൻ ഐന അൻത. മുഹമ്മദ് അല്ലേ, മുഹമ്മദുൻ. അന മിനൽ യാബാനി, അന മിനൽ യാബാനി. അൽ മുദർരിസു. വമിൻ ഐന അമ്മാറു, വമിൻ ഐന അമ്മാറു. മുഹമ്മദ് ഹുവ മിനസ്സീൻ, ഹുവ മിനസ്സീൻ. അൽ മുദർരിസു. വമിൻ ഐന ഹാമിദുൻ, വമിൻ ഐന ഹാമിദുൻ. ശരി. മുഹമ്മദുൻ ഹുവ മിനൽ ഹിന്ദി, ഹുവ മിനൽ ഹിന്ദി. മുദർരിസ്. ഐന അബ്ബാസുൻ, ഐന അബ്ബാസുൻ. എന്താണ് ഉത്തരം? ഖറജ. മുഹമ്മദുൻ ഖറജ. അൽ മുദർരിസു. ഐന ദഹബ, ഐന ദഹബ. മുഹമ്മദ് ദഹബ ഇലൽ മുദീരി, മുഹമ്മദ് ദഹബ ഇലൽ മുദീരി. അൽ മുദർരിസ്. വ ഐന ദഹബ അലിയു, വ ഐന ദഹബ അലിയു. മുഹമ്മദ് ദഹബ ഇലൽ മിർഹാൽ, ദഹബ ഇലൽ മിർഹാലി, ദഹബ ഇലൽ മിർഹാലി. മറുഭാഗത്ത്
ഒരു മിർഹാലിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ നമ്മളതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പിക്ചർ അവ്യക്തമാണെങ്കിലും അത് നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അർത്ഥങ്ങളിലേക്കും ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട വായന രീതിയിലേക്കും ഒക്കെ നമ്മൾ പ്രവേശിക്കുകയാണ്. അൽ ബൈത്തു, ഒന്നാമത്തേത് നോക്കാം നമുക്ക്. അൽ ബൈത്തു, ആ അൽ ബൈത്തു എന്നത് കണ്ടോ, ഇവിടെ മുകളിൽ എന്ത് അൽ ബൈത്തു ഒരു ലൊമ്മാണ് കൊടുത്തത്. അതിലേക്ക് മിന വന്നു. മിന വന്നപ്പോൾ ആ മിനയുടെ പ്രയോഗം എന്താണ്? മിനൽ ബൈത്തി. മിന വന്നപ്പോൾ മിനൽ ബൈത്തി. അപ്പോൾ അൽ ബൈത്തു എന്നതിലേക്ക് മിന വന്നാൽ, മിന എന്ന് വന്നു എന്ന കാരണത്താൽ അതിനെ അൽ ബൈത്തു എന്നതിനെ അൽ ബൈത്തി എന്ന് വായിക്കണം, മിനൽ ബൈത്തി. ഇനി നമുക്കിതിൻ്റെ അർത്ഥം കൂടെ നോക്കാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? മിനൽ ബൈത്തി എന്ന ഫ്രം ദി ഹൗസ് എന്നാണ്, വീട്ടിൽ നിന്നും. വീട്ടിൽ നിന്നും ഇതിൻ്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കി പോകണം. മിനൽ ബൈത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വീട്ടിൽ നിന്നും, ഫ്രം ദി ഹൗസ്. അപ്പോൾ മിന വന്നാൽ ശേഷം വരുന്നതിന് കെസർ കൊടുക്കണമെന്നും മിനയുടെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അൽ മസ്ജിദു, രണ്ടാമത്തെ പാർട്ട് എന്താണ്? അൽ മസ്ജിദു. അതിലേക്ക് വന്ന പദം എന്താണ്? ഇല. ഉണ്ടോ? ഇല എന്നുള്ളതാണ് വന്ന്. അപ്പോൾ ഇല വന്നപ്പോൾ ഇലൽ മസ്ജിദി. ഈ ഇല വന്നതുകൊണ്ടാണ് ഇവിടെ മസ്ജിദി എന്ന് വായിക്കുന്നത്. ഇലൽ മസ്ജിദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പള്ളിയിലേക്ക്. ഇലൽ മസ്ജിദി, പള്ളി. അപ്പോൾ മിനൽ ബൈത്തി ഫ്രം ദി ഹൗസ് ഇലൽ മസ്ജിദി ടു ദി മോസ്ക്, വീട്ടിൽ നിന്നും പള്ളിയിലേക്ക്. മിനൽ ബൈത്തി വീട്ടിൽ നിന്നും, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്. ശരി, അടുത്ത് നോക്കാം. മിന്നൈന അൻത? അൽ മുദരിസ്, അൽ മുദരിസു, അങ്ങനെ വായിക്കല്ലേ. മിന്നൈന അൻത എന്താണ്? നീ എവിടെ നിന്നുള്ളവനാണ്? വേർ ആർ യു ഫ്രം? അനമിനൽ യാബാൻ. മുഹമ്മദ് അനമിനൽ, അയാം ഫ്രം ദി ജപ്പാൻ, ഞാൻ ജപ്പാനിൽ നിന്നാണ്. അപ്പോൾ മിൻ ഐന അൻത, നീ എവിടെ നിന്നുമുള്ളവനാണ്. അവിടെ മിന എന്നല്ല, മിൻ എന്നേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടോ, രണ്ട് രീതി ഇത് പ്രയോഗം നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ മിൻ എന്നുള്ളതാണ്. ഉണ്ടാ, മിൻ ഐന അൻത, വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ്. മുഹമ്മദുൻ അന മിനൽ യാബാൻ, അയാം ഫ്രം ദി ജപ്പാൻ, ഞാൻ ജപ്പാനിൽ നിന്നാണ്. ശരി, ജപ്പാനിൻ്റെ ഒരു മാപ്പാണ് മറുഭാഗത്തുള്ളത്, നമ്മൾ ശ്രദ്ധിക്കുക. ശരി, അൽ മുദരിസു വമിൻ ഐന അമ്മാറു, ആ വാവിൻ്റെ അർത്ഥം, അവിടെ ആ വാവിന് നമ്മൾ അർത്ഥമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? വാവിന് ആൻഡ്. വമിൻ ഐന അമ്മാറുൻ, ആൻഡ് അമ്മാർ, അമ്മാർ എവിടെ നിന്നുള്ളവനാണ്? യെസ്, മുഹമ്മദുൻ ഹുവ മിനസ്സീൻ, ഹുവ മിനസ്സീൻ, ഹുവ മിനസ്സീനി, അവൻ എവിടുത്തുകാരനാണ്? അവൻ ചൈനക്കാരനാണ്. ഹി ഈസ് ഫ്രം ദി ചൈന, ഹി ഈസ് ഫ്രം ദി ചൈന, അവൻ ചൈനയിൽ നിന്നാണ്. യെസ്, അൽ മുദരിസ് വമിൻ ഐന ഹാമിദുൻ, വമിൻ ഐന ഹാമിദുൻ, ആൻഡ് അല്ലേ വാ, എങ്കിൽ ഹാമിദ് എവിടെ നിന്നാണ്? ഹാമിദ് അവൻ എവിടെ നിന്നാണ്? മുഹമ്മദ് ഹുവ മിനൽ ഹിന്ദി, അവൻ ഇന്ത്യക്കാരനാണ്. അൽ മുദരിസു ഐന അബ്ബാസുൻ, ഐന അബ്ബാസുൻ, മുഹമ്മദ് ഖറജ, പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. ഐന അബ്ബാസ് എന്ന് പറഞ്ഞാൽ അവൻ പുറത്തേക്ക് പോയി എന്നർത്ഥം, അവൻ പുറത്തേക്ക് പോയി. ഐന ദഹബ, അവൻ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം ഐന ദഹബ, അവൻ എവിടെ പോയി? ഐന ദഹബ, അവൻ എവിടെ പോയി? മുഹമ്മദ് ദഹബ ഇലൽ മുദീരി, ആ ദഹബ അവിടെ എന്താണ്? ദഹബ ഇലൽ മുദീരി, അവൻ മുദീറിൻ്റെ അടുത്തേക്ക് പോയി. മുദീർ എന്ന് പറഞ്ഞാൽ ഡയറക്ടറുടെ അടുത്തേക്ക് പോയി എന്നർത്ഥം. അവൻ ഡയറക്ടറുടെ അടുത്തേക്ക് പോയി. ദഹബ ഇലൽ മുദീരി, ഇല വന്നതുകൊണ്ട് അപ്പോൾ മുദീറിൻ്റെ അടുത്തേക്ക് അവൻ പോയി. ശരി, അൽ മുദരിസു ഐന വ ഐന ദഹബ അലിയുൻ, അവിടെ ആൻഡ് അല്ലേ, അപ്പോൾ രണ്ടാമത് ചേർത്താണ് പറയണം. വ ഐന ദഹബ അലിയുൻ,
അലി എവിടെ പോയി? അലി എവിടെയാണ് പോയത്? മുഹമ്മദ് ദഹബ ഇലൽ മിർഹാലി, ദഹബ ഇലൽ മിർഹാലി, അവൻ ടോയ്ലറ്റിൽ പോയതാണ്, അവൻ ടോയ്ലറ്റിൽ പോയതാണ്. ശരി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരത്തെ ആദ്യമായി ടെക്സ്റ്റ് ബുക്കിലെ 4-ാമത്തെ ചാപ്റ്ററിലേക്കാണ് ഒരു വെർബ്, ഒരു ക്രിയ, വെർബ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ആദ്യത്തെ ഈ ഒരു ക്രിയ ഫോം ഏതാണ്? ഖറജ എന്നതാണ്. അതിനു മുമ്പ് വേറെ നാമങ്ങൾ മാത്രം, നൗണുകൾ മാത്രമാണ് ഇതുവരെ, നൗണുകളും അതുപോലെ തന്നെ ഹർഫുകളും ഹെറൂഫുകളും മാത്രമായിരുന്നു. പക്ഷേ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫിഅലിലേക്ക്, ക്രിയ എന്നുള്ളതിന് അറബിയിൽ പറയുന്നത് എന്താണ് പറയുക? ക്രിയ എന്നുള്ളതിന് അറബിയിൽ പറയുന്നത് ഫിഅൽ എന്നതാണ്. ഫിഅൽ, ഫിഅൽ. അപ്പോൾ ഈ ഫിഅൽ അഥവാ വെർബ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാണ്? തുടങ്ങി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഥവാ ഖറജ, അവൻ പുറത്തേക്ക് പോയി എന്നാണ്. അവിടെ ആ ഖറജയിൽ അവൻ എന്നുള്ള ഒരു അർത്ഥം അതിൽ ഇൻക്ലൂഡാണ്, അഥവാ അതിൽ ഉള്ളിലുണ്ട്. അവൻ പുറത്തേക്ക് പോയി. കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് ചോദിച്ചത് അതാണ്, അയിന അബ്ബാസുൻ, അബ്ബാസ് എവിടെയാണ്? അപ്പോൾ ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറത്തേക്ക് പോയി. അൽ മുദരിസു ഐന ദഹബ, അവൻ എവിടെ പോയി എന്നാണ്. ആ ഐന ദഹബയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ എവിടെ എന്ന ആ ഒരു പ്രയോഗം, അഥവാ ദഹബ, അവൻ എവിടെ പോയി എന്ന അർത്ഥം ആ ദഹബയിൽ ഉണ്ട്. ഐന എന്ന് പറഞ്ഞാൽ എവിടെ, അവൻ പോയി എന്നുള്ളതാണ് ദഹബ എന്നതിൻ്റെ അർത്ഥം. ശരി, പിന്നീട് വരികയാണ് ദഹബ ഇലൽ മുദീരി, അവൻ, ആ ദഹബയിൽ അവൻ പോയി ഇലൽ മുദീരി, മുദീറിൻ്റെ അടുത്തേക്ക്, മുദീറിൻ്റെ അടുത്തേക്ക്, മാനേജറുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഡയറക്ടറുടെ അടുത്തേക്ക്, എനിക്ക് അർത്ഥം പറയാം. വ ഐന ദഹബ അലിയുൻ, അലി എവിടെയാണ് പോയത്? അപ്പോൾ ദഹബ അലി എന്ന് പറഞ്ഞാൽ അലി പോയി. ദഹബ ഒറ്റയ്ക്ക് പറഞ്ഞാലോ അവൻ പോയി. ആ രൂപത്തിലൂടെ അതിനെ മനസ്സിലാക്കുക. മുഹമ്മദ് ദഹബ ഇലൽ മിർഹാലി, അവൻ ടോയ്ലറ്റിലേക്ക്, അവൻ ടോയ്ലറ്റിലേക്ക് പോയി എന്നർത്ഥം. അപ്പോൾ ഈ ഒരു പാഠഭാഗത്ത് ബി പാർട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഓർക്കുവാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്, നമുക്ക് പഠിക്കുവാനുള്ള ഒരു ഭാഗം അത് ഏതാണ്? ഈ മിന എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇല എന്നുള്ളതാണ്. രണ്ടാമത്തേത് എവിടെ നിന്ന് എന്ന അർത്ഥത്തിൽ എന്താണ്? എവിടെ നിന്നാണ്, നീ എവിടത്തുകാരനാണ് എന്ന ഒരു പ്രയോഗം, അതാണ് മിൻ ഐന അൻത. അതുപോലെ തന്നെ അനമീന, ഞാൻ ഇന്ത്യക്കാരാണെന്ന് എങ്ങനെ പറയാം? അനമിനൽ ഹിന്ദ് എന്നാണ്. അനമിനൽ ഹിന്ദ്. ദുബായിക്കാരനാണെങ്കിൽ അനമിൻ ദുബായ്, ഞാൻ ദുബായിൽ നിന്നാണ്. അനമിനൽ കുവൈത്ത് എന്നിങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പറയാം. ശരി, അടുത്തത് എന്ത് ചെയ്യുന്നു? ഖറജ എന്ന പ്രയോഗം. ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറത്തേക്ക് പോയി, പുറപ്പെട്ടു എന്നർത്ഥം. അവൻ പുറത്തേക്ക് പോയി. ദഹബ എന്നുള്ള രണ്ടാമത്തെ ഒരു ഫിഅൽ, ദഹബ, അവൻ പോയി. പിന്നീട് മിർഹാൽ എന്നുള്ള ആ ഒരു പുതിയൊരു പദം. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് തംരീനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഇതിലൊരു കൂടുതൽ വ്യക്തതയും ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ ഗ്രഹിക്കുവാനും നമുക്ക് കഴിയും. തമാരീനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നേരത്തെ നമ്മൾ വായിച്ചതുപോലെ തന്നെ ഇവിടെയും തൊട്ട് മുമ്പ് വന്ന ആ ഒരു പാഠഭാഗത്ത് നിന്നും ഏതാനും ചോദ്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ തംരീനൊന്ന് വായിച്ചു നോക്കാമല്ലേ? എങ്ങനെയാണത് വായിക്കുക? അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ, അജിബ് ഉത്തരം നൽകുക, അനിൽ അസ്ഇലത്തിൽ ആത്തിയ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. 6 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആ 6 ചോദ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ പറയും, വായനാ രീതി അത് നിങ്ങൾ വായിച്ചു നോക്കുക. രണ്ടാമത് ഞാൻ വായിക്കുമ്പോൾ അത് ശരിയല്ലേ എന്ന് നോക്കുക. എന്താണ് ഒന്നാമത്തേതിൽ? നീ എവിടെ നിന്നുള്ളവനാണ്? വേർ ആർ യു ഫ്രം? അതാണ് ആദ്യത്തേതിൻ്റെ അർത്ഥം. അതെങ്ങനെയാണ് വായിക്കുക? രണ്ടാമത്തേത്, നീ ഫിലിപ്പീനിൽ നിന്നും ഉള്ളവനാണോ? നീ ഫിലിപ്പീൻകാരനാണോ അഥവാ ഫിലിപ്പീനിൽ നിന്നും ഉള്ളവനാണോ? മൂന്നാമത്തേത്, ചൈനയിൽ നിന്നുള്ളവൻ ആരാണ്? നാലാമത്തേത്, ഹാമിദ് എവിടെ നിന്നുള്ളവനാണ്?
ഹാമിദ് എവിടത്തുകാരനാണ്, അതോ എവിടെ നിന്നുമുള്ളവനാണ്, അവൻ്റെ നാഷണാലിറ്റിയാണ് അതുകൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തേത് അബ്ബാസ് എവിടെയാണ്. ആറാമത്തേത് അലി മുദീറിൻ്റെ അടുത്തേക്ക് പോയോ. അലി മുദീറിൻ്റെ അടുത്തേക്ക് പോയോ. ശരി, എങ്ങനെയാണ് വായിക്കുക? നിങ്ങളെങ്ങനെയാണ് ഞാൻ അർത്ഥം പറഞ്ഞപ്പോൾ വായിച്ചത് നോക്കൂ, ശരിയാണോ എന്നുള്ളത്. മിൻ ഐന അൻത, മിൻ ഐന അൻത, വേർ ആർ യു ഫ്രം, അല്ലേ? രണ്ടാമത്തേതോ അൻത മിനൽ ഫിലിപ്പീൻ, അൻത മിനൽ ഫിലിപ്പീൻ, നീ ഫിലിപ്പീനിൽ നിന്നും ഉള്ളവനാണോ. മൂന്നാമത്തേത് മൻ മിനസ്സീൻ, മൻ മിനസ്സീൻ, ചൈനയിൽ നിന്നും ആരാണ്. നാലാമത്തേത് മിൻ ഐന ഹാമിദുൻ, ഹാമിദ് എവിടെ നിന്നുള്ളവനാണ്. അഞ്ചാമത്തേത് ഐന ദഹബ അബ്ബാസുൻ, അബ്ബാസ് എവിടെ പോയി. ആറാമത്തേത് അദഹബ അലിയുൻ ഇലൽ മുദീരി, അലി മുദീറിൻ്റെ അടുത്തേക്ക് പോയോ. ഉത്തരം മിൻ ഐന അൻത എന്തായിരുന്നു അതിൻ്റെ ഉത്തരം, ഓർമ്മയുണ്ടോ? നിങ്ങൾ നോക്കൂ, മിൻ ഐന അൻത എന്നതിൻ്റെ അർത്ഥം ഉത്തരം എന്തായിരുന്നു? അനമിനൽ യാഭാൻ, അല്ലേ? അനമിനൽ യാഭാൻ, ഞാൻ ജപ്പാൻകാരനാണ്. അൻത മിനൽ ഫിലിപ്പീൻ, നീ ഫിലിപ്പീൻകാരനാണോ. എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറയാ? അല്ല, അല്ലേ? അവൻ ആരാണ്? ജപ്പാൻകാരനാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പറയണം? അല്ല, ഞാൻ ജപ്പാൻകാരനാണ് എന്നെങ്ങനെ പറയണം? ലാ അനമിനൽ യാഭാനി, അതാണ് എൻ്റെ ഉത്തരം. ലാ അനമിനൽ യാഭാനി. പാഠം വായിക്കുമ്പോൾ നമുക്ക് ഉത്തരം മനസ്സിലാകും. മൻ മിനസ്സീനി, ചൈനയിൽ നിന്നും ആരാണുള്ളത്. ചൈനയിൽ നിന്നും ആരാണ്? അമ്മാറുൻ മിനസ്സീൻ. മൂന്നാമത്തേത് അമ്മാറുൻ മിനസ്സീൻ. നാലാമത്തേത് മിൻ ഐന ഹാമിദുൻ, അല്ലേ? ഹാമിദ് എവിടെ നിന്നാണ്? ഹാമിദുൻ മിനൽ ഹിന്ദ്, ഹാമിദ് ഇന്ത്യക്കാരനാണ്. ഐന ദഹബ അബ്ബാസുൻ, അബ്ബാസ് എവിടെ പോയി. അഞ്ചാമത്തേത് ദഹബ ഇലൽ മുദീരി, അവൻ മുദീറിൻ്റെ അടുത്തേക്ക് പോയി. ദഹബ ഇലൽ മുദീരി, അവൻ മുദീറിൻ്റെ അടുത്തേക്ക് പോയി. ആ ദഹബ അലിയുൻ ഇലൽ മുദീരി, അലി മുദീറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടോ. ലാ ദഹബ ഇലൽ മിർഹാദി, ഇല്ല, അവൻ മിർഹാദിലേക്കാണ് പോയത്, അവൻ ടോയ്ലറ്റിലേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ ഉത്തരം. ഞാൻ പറയുന്നതിൻ്റെ മുമ്പ് തന്നെ അത് വായിച്ചിട്ടുണ്ടാകും, അതിൻ്റെ ഉത്തരവും കണ്ടെത്തിയിട്ടുണ്ടാകും. ഇനി നമുക്കെന്ത് ചെയ്യുക, വായിക്കാനിരിക്കുന്നത് രണ്ടാമത്തെ തംരീനാണ്. ഇൻഷാ അല്ലാഹ് വായിച്ചു നോക്കാം. ഇഖ്റ വക്തുബ് മഅലബത്തി അവാഖിരിൽ കലിമാത്തി. വളരെ എളുപ്പമാണ്, നേരത്തെ നമ്മൾ പഠിച്ചതുകൊണ്ട് തന്നെ. എന്താണതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ വാക്കുകൾ എങ്ങനെ വായിക്കും? അലിഫ്ലാം ചേർത്ത് വായിക്കുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച മിന വരുമ്പോൾ, ഇല വരുമ്പോൾ ആ മര്യാദയോടുകൂടി എങ്ങനെയാണത് വായിക്കുക എന്നുള്ളതാണ്. ശരി, ഒന്നാമത്തേത് ദ റൂം, രണ്ടാമത്തേത് ഫ്രം ദി റൂം, റൂമിൽ നിന്നും. മൂന്നാമത്തേത് ഫ്രം ദി ബാത്റൂം, അഥവാ ബാത്റൂമിൽ നിന്നും. നാലാമത്തേത് ടോയ്ലറ്റ്, അഞ്ചാമത്തേത് ടോയ്ലറ്റിലേക്ക്, ആറാമത്തേത് ജപ്പാൻ, ഏഴാമത്തേത് ഫിലിപ്പീൻ, എട്ടാമത്തേത് ഇന്ത്യയിൽ നിന്നും, ഒമ്പതാമത്തേത് ചൈനയിലേക്ക്. ഈ അർത്ഥം പറയുന്ന രൂപത്തിലൂടെ അതിനെ നമുക്ക് എങ്ങനെ വായിക്കാം? നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഞാനതിൻ്റെ ഉത്തരം ഒന്ന് വായിക്കുകയാണ്. അൽ ഗുർഫത്തു. അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തേത് നമ്മൾ പറയുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ നിയമം പറഞ്ഞുകൊണ്ട് പറയാണ്, അല്ലേ? മിന എന്നത് വന്നു. അതുകൊണ്ട് തന്നെ ആ മിന വന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഏത് രൂപത്തിലൂടെയാണ് അതിനെ വായിക്കേണ്ടത്? അതിനെ വായിക്കേണ്ടത് മിനൽ ഗുർഫത്തി. ഇവിടെ കസർ കൊടുത്തിട്ട് മിനൽ ഗുർഫത്തി, റൂമിൽ നിന്നും. മിനൽ ഹമ്മാമി, ഈ മിന വന്നതുകൊണ്ട് ഇവിടെ ഹമ്മാമി, മിനൽ ഹമ്മാമി എന്ന് കൊടുക്കണം. ശരി, നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അൽ മിർഹാലു, അൽ മിർഹാലു ഇലൽ മിർഹാലി. അൽ യാബാനു, അൽ യാബാനു ജപ്പാൻ, അല്ലേ? അൽ ഫിലിപ്പീനു. അടുത്തത് മിനൽ ഹിന്ദി, മിനൽ ഹിന്ദി ഇലസ്സീനി,
മിനൽ ഹിന്ദി എന്നാൽ ഇന്ത്യയിൽ നിന്നും ഇല സീനി ചൈനയിലേക്ക്. ഇതാണ് അതിൻ്റെ ഉത്തരം. നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. മൂന്നാമത്തെ തംരീൻ ഇഖ്റ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ്. റീഡ് ആൻഡ് റൈറ്റ്, ഇഖ്റ വക്തുബ്. എങ്ങനെയാണ് അത് വായിക്കുക, എങ്ങനെയാണ് അത് എഴുതുക? അപ്പോൾ നമുക്ക് നോട്ട്ബുക്കിലേക്ക് നിങ്ങളത് നോക്കി എഴുതും, അതോടൊപ്പം തന്നെ നിങ്ങളത് വായിക്കും. ഞാനതിൻ്റെ അർത്ഥം പറയുന്നു. ഒന്നാമത്തെ ഫാത്തിമ എവിടെ നിന്നുള്ള? ഫാത്തിമ എവിടത്തുകാരിയാണ്, എവിടെ നിന്നും ഉള്ളവളാണ്, അവൾ ഇന്ത്യയിൽ നിന്നാണ്. രണ്ടാമത്തേത് അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറപ്പെട്ടു മുദീറിൻ്റെ അടുത്തേക്ക് പോയി. അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറത്തു പോയി, എന്നിട്ട് മുദീറിൻ്റെ അടുത്തേക്ക് പോയി. ആ ആശയത്തിലാണ് അത് വായിക്കേണ്ട, അർത്ഥത്തിലാണ്. കച്ചവടക്കാരൻ ഷോപ്പിലേക്ക് പോയി. 3. ഹാമിദ് റൂമിൽ നിന്നും ഹമ്മാമിലേക്ക് പോയി. റൂമിൽ നിന്നും പുറത്തു പോയി, എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്? ഹമ്മാമിലേക്ക് പോയി. 5. ക്ലാസ്സിൽ നിന്നും ആരാ പുറത്തു പോയത്? 6. വിദ്യാർത്ഥി ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി, എന്നിട്ടവൻ അങ്ങാടിയിലേക്ക് പോയി, അതോ പുറപ്പെട്ടു അങ്ങാടിയിലേക്ക് പോയി. 7. ഖദീജ ചൈനയിൽ നിന്നുള്ളവളാണ്, ഖാലിദ് ജപ്പാനിൽ നിന്നുമുള്ളവളാണ്. ഇതിനെ നമുക്ക് ഏത് രൂപത്തിലൂടെയാണ് നമുക്ക് വായിക്കാൻ കഴിയുക? എങ്ങനെയായി ഈ നിയമങ്ങൾ പാലിച്ച് നമ്മൾ പഠിച്ച നിയമങ്ങൾ വായിച്ച് എങ്ങനെ വായിക്കണം? ഇതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ആ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം നമുക്ക്. ശരി. മിൻ ഐന ഫാത്തിമത്തു, അങ്ങനെയല്ലേ വായിക്കുക? ഫാത്തിമത്തു എന്നാണ് വായിക്കേണ്ടത്. ഹിയ മിനൽ ഹിന്ദ്. രണ്ടാമത്തേത് നമുക്ക് നോക്കാം. രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നു? ഖറജൽ മുദർരിസു മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി. അപ്പോൾ ഇവിടെ ഖറജൽ മുദർരിസു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഖറജൽ മുദർരിസു, അധ്യാപകൻ പുറത്തേക്ക് പോയി, അത് പുറത്തേക്ക് പോയി. ഖറജാന പുറപ്പെട്ടു എന്നാണ്. മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്നും. അപ്പോൾ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വദഹബ ഇലൽ മുദീരി, മുദീറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ പ്രയോഗം ഒന്നും കൂടെ. ഖറജ അൽ മുദർരിസു മിനൽ ഫസ്ലി, അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വദഹബ ഇലൽ മുദീരി, മുദീറിൻ്റെ അടുത്തേക്ക് പോയി. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ ഖറജ അൽ മുദർരിസു വായിക്കേണ്ടത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ആരാണ് പോയത്? മുദർരിസാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലൊമ്മിട്ടുകൊണ്ടാണ് വായിക്കുക. ഖറജൽ മുദർരിസു. ഫിഅൽ ചെയ്യുന്ന അഥവാ ക്രിയ ചെയ്യുന്നയാൾക്ക് അറബിയിൽ റഫ് ആയിരിക്കും, അഥവാ ലൊമ്മ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖറജൽ മുദർരിസു, അവിടെ മുദർരിസാന്നോ മുദർരിസീന്നോ വായിക്കാൻ പാടില്ല. ഖറജൽ മുദർരിസു മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന്. മിന വന്നതുകൊണ്ടാണ് ഇവിടെ കസ്ർ. മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി, ഇല വന്നതുകൊണ്ട് ഇവിടെ മുദീരി. ഈ നിയമം നമ്മൾ മനസ്സിലാക്കിയോ എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ശരി, നമുക്കെന്ത് ചെയ്യാം? മൂന്നാമത്തെ വായിക്കാം. ദഹബത്താജിറു ഇലദ്ദുഖാനി. ദഹബ പോയി. ആരാണ് പോയത്? അത്താജിറു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത്താജിറു ദഹബ പോയി, അല്ലേ? നോക്കൂ, ദഹബ പോയി, അവൻ പോയി. ഇനി ഇവിടെ ഒരു പേര് വരുമ്പോഴോ അവൻ എന്നുള്ളത് മാറിയിട്ട് ആ വ്യക്തിയാകും, അല്ലേ? അത്താജിറു ദഹബത്താജിറു, താജിർ പോയി. ഇവിടെ എന്തുകൊണ്ടാണ് ലൊമ്മ കൊടുത്തത്? പോയ വ്യക്തിയെ അറിയിക്കാനാണ്. അതുകൊണ്ട് ദഹബത്താജിറു, കച്ചവടക്കാരൻ പോയി. ഇലദ്ദുഖാനി, എവിടേക്കാണ് പോയത്? ഷോപ്പിലേക്ക് പോയി എന്നർത്ഥം. ശരി, മൂന്നാമത്തേത് നോക്കാം. ഖറജ ഹാമിദുൻ മിനൽ ഗുർഫത്തി വദഹബ ഇലൽ ഹമ്മാമി. ഇങ്ങനെ വായിച്ചത് ഖറജ ഹാമിദ് പുറത്തേക്കിറങ്ങി. മിനൽ ഗുർഫ, റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. വദഹബ ഇലൽ ഹമ്മാമി, എന്നിട്ട് ടോയ്ലറ്റിലേക്ക് പോയി. ആ ഒരു പ്രയോഗം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഖറജ ഹാമിദു.
ഇവിടെ എന്ത് വായിക്കണം? ലൊമ്മിട്ട് കൊടുക്കണം. കാരണം ആരാ? ഫിഇൽ ചെയ്ത വ്യക്തിയാണ്, ഫായിലാണ്. അതുകൊണ്ട് ഖറജ ഹാമിദു മിനൽ ഗുർഫത്തി, റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി, വദഹബ ഇലൽ ഹമ്മാമി, എന്നിട്ട് അവൻ ബാത്റൂമിലേക്ക് പോയി. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനിയോ മൻ ഖറജ മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന് ആരാ പുറത്തേക്കിറങ്ങിയത്? മൻ ഖറജ മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്നും ആരാണ് പുറത്തേക്കിറങ്ങിയത്? ശരി, ആറാമത്തേത് നോക്കാം. ഖറജ ത്വാലിബു മിനൽ മദ്രസത്തി വദഹബ ഇല സൂഖി, ഖറജ ത്വാലിബു, വിദ്യാർത്ഥി മദ്രസയിൽ നിന്നും പുറത്തേക്കിറങ്ങി, വദഹബ ഇല സൂഖി, എന്നിട്ട് അങ്ങാടിയിലേക്ക് പോയി. ഖറജ ത്വാലിബു മിനൽ മദ്രസത്തി വദഹബ ഇല സൂഖി, വിദ്യാർത്ഥി മദ്രസയിൽ നിന്നും പുറത്തേക്കിറങ്ങി അങ്ങാടിയിലേക്ക് പോയി. ഏഴാമത്തേത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഖദീജത്തു മിനസ്സീനി വഖാലിദുൻ മിനൽ യാബാനി. രണ്ടും രണ്ട് രീതിയാണ്. ഖദീജത്തു ഒറ്റ ലൊമ്മേ കൊടുത്തോളൂ. ഖദീജത്തു മിനസ്സീനി, ഖദീജ ചൈനയിൽ നിന്നുമാണ്. വഖാലിദുൻ മിനൽ യാബാനി, ഖാലിദ് ജപ്പാനിൽ നിന്നുമാണ്. ഇതാണ് ആ തംരീനിൽ. അപ്പോൾ ഇതിൽ എന്തൊക്കെ മനസ്സിലാക്കി നമ്മൾ? സെൻറ്റൻസ്, ഒരു ഫിഇൽ അഥവാ ഒരു ക്രിയ വെച്ചുകൊണ്ട് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു അല്ലേ? സലീമ് പോയി എന്നെങ്ങനെ പറയുക? ദഹബ സലീമു, ദഹബ സലീമുൻ, ദഹബ മുഹമ്മദുൻ. സലീമ് പുറത്തേക്ക് ഇറങ്ങി എന്നെങ്ങനെ പറയുക? ഖറജ സലീമുൻ, ഖറജ ഉസ്താദുൻ എന്നിങ്ങനെയാണ് പറയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അലിഫ്ലാം ചേർത്തുകൊണ്ടാണെങ്കിലോ ഖറജൽ മുദർരിസു, ഖറജൽ മുദീറു തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് പറയാം. ശരി, നാലാമത്തേത് ലഅഫിൽ ഫറാഖി ഫീമാ യലി ഹർഫ ജർറിൻ മുനാസിബൻ. നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കാം. ഈ ഒരു തംരീൻ ഒരു പുതിയ കുറച്ചും കൂടെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ചോദ്യമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? അതൊന്നും കൂടെ മനസ്സിരുത്തി നമ്മൾ വായിക്കണം. നാലാമത്തെ ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വെക്കുക എന്നതാണ്. പുട്ട്, വെക്കുക. ഫിൽ ഫറാഖി, ബ്ലാങ്കിൽ അഥവാ വിട്ട ഭാഗത്ത് നിങ്ങൾ വെക്കണം. എന്താണ് വെക്കേണ്ടത്? വിട്ട ഭാഗത്ത് വെക്കേണ്ടത് എന്താ? ഫീമാ യലി, താഴെ വരുന്ന അഥവാ ഫോളോയിങ് ബ്ലാങ്ക് എന്നർത്ഥം. ഫീമാ യലി, താഴെയുള്ള വിട്ട ഭാഗത്ത് നിങ്ങൾ വെക്കുക. ഹർഫ ജർറിൻ, ജറിൻ്റെ ഹർഫ്. മുനാസിബൻ, യോജിച്ചതായ. മുനാസിബൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? യോജിച്ചതായ. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയതായ ചില കാര്യങ്ങൾ. ഒന്ന്, വെക്കുക. ഫിൽ ഫറാഖി ഫീമാ യലി, താഴെയുള്ള ബ്ലാങ്കിൽ അഥവാ പൂരിപ്പിക്കാനുള്ള ഭാഗത്ത് എന്നർത്ഥം. ഹർഫ ജർറിൻ, ജറിൻ്റെ ഹർഫ്. അപ്പോൾ എന്താ ജറിൻ്റെ ഹർഫ്? നമുക്ക് പറയാം മുനാസിബൻ. മുനാസിബൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യോജിച്ചതായ, സ്യൂട്ടബിളായ എന്നർത്ഥം. അപ്പോൾ എന്താണ് ജറിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാനൊന്ന് ഇടയിലൊന്ന് ആ വിഷയം പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ജറിൻ്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നമുക്കറിയാം പേരുകൾക്ക് കെസ്റ് കൊടുക്കേണ്ടതായ ഹർഫുകൾക്കാണെന്ന് പറയാം ജറിൻ്റെ ഹർഫ് എന്ന് പറയാം. എത്ര എണ്ണമുണ്ട് എന്നായിരുന്നു നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു? 20 ജറിൻ്റെ ഹർഫുകളുണ്ട്, 20 എണ്ണം. നമ്മൾ 2 ചാപ്റ്ററുകളിൽ അഥവാ 4ാമത്തെ ചാപ്റ്ററിൽ 2 പാർട്ടുകളിലായി നമ്മൾ 4 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ 4 എണ്ണത്തിൽ ഇതാ 4ഉം താഴെ കൊടുത്തിരിക്കുന്നു. അതിലൊന്നാമത്തേത് നമ്മൾ ആദ്യം പഠിച്ചിരുന്നത് ഫീ എന്നുള്ളതാണ്. ഇതിൽ ഓർഡറിലല്ല കൊടുത്തത് എന്നർത്ഥം, ഫീ. രണ്ടാമത്തേത് അല എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഫീയുടെ അർത്ഥം ഇന്തി അല്ലെങ്കിൽ ഉള്ളിൽ ഉണ്ട് എന്നതിനാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അല എന്നതിന് മുകളിലുണ്ട്, ഓൺ എന്നർത്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഉദാഹരണ സഹിതം നമ്മളത് വായിച്ചു കഴിഞ്ഞു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ പഠിച്ച കാര്യമാണ് മിൻ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ഫ്രം എന്നതാണ്. ഇൽ നിന്നും, വീട്ടിൽ നിന്നും എന്നൊക്കെ പറയാനാണ് മിൻ ഉപയോഗിക്കുക. ഇല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പഠിച്ചത് ലേക്ക് എന്നതാണ്, അഥവാ ടു എന്ന അർത്ഥമാണ് അതിന് വരുന്നത്. അപ്പോൾ ഈ 4 ഇവക്ക് പറയുന്ന പേരാണ് ജറിൻ്റെ ഹർഫ്. ആകെ 20ഓളം ഉണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം. ആ 20ൽ 4 എണ്ണം ഡോക്ടർ വി അബ്ദുറഹീം റഹിമഹുല്ല ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ശരി, നമുക്കിതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. ഞാനതിൻ്റെ ആശയം പറയും, ഉത്തരം നിങ്ങൾ പറയാം.
അൽ കിതാബു ഡാഷ് അൽ മക്തബ്. മക്തബ് എന്നല്ല അവിടെ വായിക്കേണ്ടത്. നിങ്ങൾ അത് പ്രത്യേകിച്ചൊന്നും അതിന് ഉത്തരം നിങ്ങൾ വായിക്കണം. നിങ്ങൾക്ക് വേണ്ടി അത് വിട്ടു തരികയാണ് എങ്ങനെ വായിക്കണം എന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്? രണ്ടാമത്തേത് സ്റ്റുഡൻറ്റ് അല്ലേ, ക്ലാസ്. തോലിബ് എന്ന സ്റ്റുഡൻറ്റ് വായിക്കുന്ന രീതി ഞാൻ നിങ്ങളിലേക്ക് വിട്ടു തരുന്നു. ഫസൽ ക്ലാസ്. അതുപോലെ തന്നെ ഹാമിദ് പോയി. മൂന്നാമത്തെ ഹാമിദ് പോയി എവിടേക്ക്? ജാമ്യയിലേക്ക് പോയി എന്നാണ്. ആ അർത്ഥം വരുന്ന ഒരു പ്രയോഗമാണ് അവിടെ വെക്കേണ്ടത്. നാലാമത്തേത് മുദീർ പുറത്തേക്ക് ഇറങ്ങി എന്ത് ചെയ്തു? അൽ മദ്രസ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മദ്രസയിലേക്ക് പോയി എന്നായിരിക്കും അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? എന്താണ് നമ്മൾ അവിടെ വെക്കേണ്ടത്? ശരി, മുഹമ്മദ് എന്ത് ചെയ്തു? പോയി. സീൻ ചൈന, യാഭാൻ ജപ്പാൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? മിൻ, ഇല, ഫി, അല എന്നിവ ചേർത്തുകൊണ്ട് നമ്മളെങ്ങനെയാണ് അവിടെ നമ്മൾ വായിക്കേണ്ടത് എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നൽകുന്ന അവസാനത്തെ ഒരു തംരീനാണിത്. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നു? ശ്രദ്ധിച്ചു നോക്കുക. ശരി, നിങ്ങൾ എഴുതി കഴിഞ്ഞല്ലോ. നിങ്ങളൊന്ന് എഴുതിയതും ഞാൻ ഉത്തരം പറയുന്നതും ഒന്നാണോ എന്ന് നോക്കുക. എന്താണ് ഒന്നാമത്തേത്? അൽ കിതാബു എന്താ വേണ്ടത്? അലൽ മക്തബി. ശരിയാണ് അല്ലേ? അല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദ ബുക്ക് ഓൺ ദി ടേബിൾ. പുസ്തകം ടേബിളിന്മേലാണ് എന്നതാണ്. അപ്പോൾ അവിടെ അല എന്നുള്ളതാണ് വേണ്ടത്. ശരി, അവിടെ വേണ്ടത് അല എന്നുള്ളതാണ്. രണ്ടാമത്തേതോ അത്വാലിബു. അത്വാലിബു എന്താ വേണ്ടത്? ഫീ അല്ലേ? അവിടെ അത്വാലിബു എന്നതിൻ്റെ ശേഷം അവിടെ വേണ്ടത് എന്താണ്? ഫീ എന്നതാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി ക്ലാസ്സിലാണ്. വിദ്യാർത്ഥി ക്ലാസ്സിലാണ് എന്ന അർത്ഥത്തിലാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരപ്പോൾ അത്വാലിബു ഫിൽ ഫസ്ലി. മൂന്നാമത്തേതോ ദഹബ ഹാമിദുൻ. ഹാമിദ് പോയി. എവിടേക്കാണ് പോയത് അല്ലേ? എവിടേക്ക് എന്നർത്ഥം വരുന്ന ഇല എന്നുള്ള പ്രയോഗമാണ് അവിടെ വേണ്ടത്. ഇലൽ ജാമിഅത്തി. ഇലൽ ജാമിഅത്തി. ദഹബ ഹാമിദുൻ ഇലൽ ജാമിഅത്തി. നാലാമത്തേത് ഖറജൽ മുദീറു. അധ്യാപകൻ മുദീർ എന്ത് ചെയ്തു? മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ എന്ത് ചെയ്തു? പുറത്തേക്ക് ഇറങ്ങി. എവിടുന്ന്? മിനൽ മദ്രസത്തി. എവിടുന്നാണ് പുറത്തേക്ക് ഇറങ്ങിയത്? മദ്രസയിൽ നിന്നും. അഞ്ചാമത്തേത് ദഹബ മുഹമ്മദുൻ. മുഹമ്മദ് പോയി. എവിടുന്നാണ് പോയത്? മിനസ്സീനി. ചൈനയിൽ നിന്നും അല്ലേ? ചൈനയിൽ നിന്നും പോയി. എവിടേക്ക് പോയി? മിനസ്സീനി ഇലൽ യാഭാനി. എവിടേക്കാണ് പോയത്? ജപ്പാനിലേക്ക് പോയി. ഇതാണ് ഓരോന്നിൻ്റെയും ഉത്തരം. ഒന്നാമത്തേത് അൽ കിതാബു അലൽ മക്തബി. ക്ലിയർ ആണല്ലോ? നിങ്ങളൊക്കെ എഴുതിയത് ശരിയായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഇനി പ്രിയമുള്ളവരെ, ഏറ്റവും അവസാനം ഈ ചാപ്റ്ററിലെ പുതിയ വാക്കുകൾ, ഒരുപാട് പുതിയ വാക്കുകൾ ഈ ചാപ്റ്ററിൽ അഥവാ നാലാമത്തെ 2 പാർട്ടുകളിലായി വന്നിട്ടുണ്ട്. ഓരോന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്തൊക്കെയാണത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. ഓരോന്നിൻ്റെയും അർത്ഥം നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. എന്നിട്ടത് മനസ്സിരുത്തി ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുക? നമ്മളത് അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിലത് നമ്മൾ മനഃപ്പാടമാക്കുക. അൽ കലിമാത്തുൽ ജദീദത്തു. ശരി, ഒന്നാമത്തേത് അൽ മദ്റസത്തു. നമുക്ക് താഴേക്ക് വായിക്കാം. രണ്ടാമത്തേത് അൽ മത്ബഹു. മൂന്നാമത്തേത് അൽ യാഭാനു. ശരി, നാലാമത്തേത് അൽ മുദീറു. അടുത്തത് അഞ്ചാമത്തേത് അൽ ഫസ്ലു. ആറാമത്തേത് അൽ ഗുർഫത്തു. ഏഴാമത്തേത് അസ്സീനു. എട്ടാമത്തേത് ദഹബ. ഒമ്പതാമത്തേത് അൽ ഹമ്മാമു. പത്താമത്തേത് അൽ ജാമിഅത്തു. 11ാമത്തേത് അൽ ഹിന്ദു. 12ാമത്തേത് ഖറജ. 13ാമത്തേത് അൽ മിർഹാലു. 14ാമത്തേത് അസ്സൂഖു. 15ാമത്തേത് അൽ ഫിലിപ്പീനു. ഓരോന്നിൻ്റെയും അർത്ഥം നോക്കൂ, അറിയാവുന്നതാണല്ലേ? അൽ മദ്റസത്തു സ്കൂൾ, മത്ബഖ് കിച്ചൺ, അൽ യാഭാനു ജപ്പാൻ, അൽ മുദീർ മാനേജർ അല്ലെങ്കിൽ ഡയറക്ടർ, രണ്ടിനും പറയാം കേട്ടോ. അൽ ഫസ്ലു ക്ലാസ്, അൽ ഗുർഫത്തു റൂം, അസ്സീൻ ചൈന, ദഹബ പോയി, അൽ ഹമ്മാമു എന്താണ്? ബാത്റൂം, അൽ ജാമിഅത്തു യൂണിവേഴ്സിറ്റി, അൽ ഹിന്ദു ഇന്ത്യ, ഖറജ പുറത്തേക്കിറങ്ങി പുറപ്പെട്ടു, അൽ മിർഹാലു ടോയ്ലറ്റ്, അസ്സൂഖു അങ്ങാടി മാർക്കറ്റ്, അൽ ഫിലിപ്പീനു
അൽ ഫിലിപ്പീനു, ഫിലിപ്പീൻ രാജ്യത്തിൻ്റെ പേരാണല്ലേ. ഇനി നോക്കൂ, ഏറ്റവും ലാസ്റ്റ് കൊടുത്തു ഇൻവെർട്ടഡ് കോമയിൽ ഫീ. എന്താണ് കൊടുത്തത്? ഫീ. രണ്ടാമത്തേതോ അല, മൂന്നാമത്തെ മിൻ, നാലാമത്തെ ഇല, എന്നിട്ട് കൊടുക്കുന്നു മിൻ ഹുറൂഫിൽ ജർ. എന്താ അതിൻ്റെ അർത്ഥം? ഫീ, അല, മിൻ, ഇല എന്നുള്ളത് ജറിൻ്റെ അക്ഷരങ്ങളിൽ പെട്ടതാണ്. എന്താണ് ജറ്? ജറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കെസർ കൊടുക്കേണ്ട ആ ഒരു സന്ദർഭത്തിനാണെന്ന് പറയാം. കെസർ കൊടുക്കേണ്ട ആ ഒരു കാര്യത്തിനാണ് ജറ് എന്ന് പറയാം. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ കലമുൻ എന്ന് പറഞ്ഞാൽ, കലം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ എന്താണ്? ലൊമ്മാണ്. അപ്പോൾ അത് റഫാണ് അതിന്. എന്നാൽ രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നു? കലമൻ. അങ്ങോട്ട് നോക്കുക, കലമൻ എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ അർത്ഥം എന്താണ്? നസ്ബാണ്. ഫത്ത്ഹാണ് അവിടെ കൊടുക്കുന്നതിന് നസ്ബാണെന്ന് പറയും. എന്നാൽ അതേ സമയത്ത് കലമി, കലമി എന്ന് പറഞ്ഞാലോ അതിന് പിന്നെ കെസറാണ് കൊടുത്തത്, പക്ഷേ ഇതിനിവിടെ ജറ്. അപ്പോൾ ഈ ഒരു അവസ്ഥക്കാണ് ലൊമ്മ് കൊടുക്കുമ്പോൾ അതിന് റഫ് എന്നും, ഫത്ത്ഹ് കൊടുക്കുമ്പോൾ അതിന് നസ്ബ് എന്നും, കെസർ കൊടുക്കുമ്പോൾ അതിന് ജറ് എന്നുമാണ്. ഈ കെസർ കൊടുക്കേണ്ട അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഹുറൂഫുകൾക്ക് പിന്നെ പറയുന്ന പേരാണ് ജറിൻ്റെ ഹുറൂഫുകൾ. അങ്ങനെ ജറിൻ്റെ ഹുറൂഫുകളായിട്ട് ഈ ടെക്സ്റ്റിൽ ഈ ഒരു ഭാഗത്ത് വന്നതാണ് ഫി, അല, മിൻ, ഇല. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഫിൽ ബൈത്തി എന്നാണ് പറയേണ്ടത്, അലൽ മക്തബി എന്നാണ് പറയേണ്ടത്, മിനൽ ബൈത്തി എന്നാണ് പറയേണ്ടത്, ഇലൽ മസ്ജിദി എന്നാണ് പറയേണ്ടത്. ഇതാണ് ജറിൻ്റെ ഹർഫുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൽഹംദുലില്ലാ ബിനിഅമതിഹി തത്തിമ്മു സ്വാലിഹാത്ത് 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പൂർത്തിയാക്കി. അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.